നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 6-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 23-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. പൂയൻ നക്ഷത്രമാണ് ഇന്ന്. ഇപ്പോൾ ഞായറാഴ്ച പൂയൻ നക്ഷത്രം ഇന്ന് അവധി ദിവസമാണ്. എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജ്യോതിഷ ശാസ്ത്രം പറയുകയാണെങ്കിൽ അവധി ദിവസമാണ് നല്ല ദിവസം ആവേണ്ടത്. കാരണം ഒരു ആഴ്ച ഉള്ള ടെൻഷനെല്ലാം ഇറക്കി വച്ച് സമാധാനത്തോടു കൂടി വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. അന്ന് കഷ്ടകാലം വന്നാൽ എന്തു ചെയ്യും? സമാധാനമുള്ള സ്വസ്ഥതയും കൂടി പോയി കിട്ടും. അപ്പോൾ കുടുംബത്തിൽ നിന്നകത്തു നിന്നാണ് നമുക്ക് സമാധാനം ലഭിക്കേണ്ടത്. അത് ലഭിക്കാതെ പോയാൽ പോയി. അപ്പോൾ ഞായറാഴ്ചയും പൂയൻ നക്ഷത്രവും ആയിട്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. പൂയൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഞായറാഴ്ച സൂര്യഭഗവാന്റെ ദിവസമാണ്, പ്രപഞ്ചനാഥൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മീനമാസത്തിലെ പൂയൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൗഖ്യപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. ആദിത്യനിൽ കുറച്ച് അലച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമെങ്കിലും സൂര്യൻ നമുക്ക് വളരെ ഉയർച്ചയെ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രശസ്തിയെ കൊടുക്കുന്ന, പ്രകാശിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. അതുപോലെ മറ്റ് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ ഇടവരുത്തും. ഇങ്ങനെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും രാവുകാല പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. കാരണം രാവുകാലം വരുന്നത് വൈകുന്നേരമാണ്. നോർമലി രാവുകാലം 4:36 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5 മണി തൊട്ട് 6:32 വരെയാണ് രാവുകാല സമയം. രാവുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമല്ല രാവുകാല സമയം. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ രാവുകാലം എടുക്കരുത്. പ്രധാനമായിട്ട് യാത്രയ്ക്ക് കൊള്ളാത്ത സമയമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിലും മറ്റ് പാർട്ടികൾക്കും അതുപോലെ എന്തെങ്കിലും ഫങ്ഷനും ഒക്കെ പോകുന്ന ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ ഈ സമയം ഒഴിവാക്കിയെടുക്കുക. രാവുകാല സമയം യാത്രയ്ക്ക് ഒഴിവാക്കുക. അതേപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഒരു ശുഭകാര്യങ്ങൾക്കും യമകണ്ഠകാലവും നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 3:29 തൊട്ട് 5 മണി വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:27 തൊട്ട് 1:58 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ഈ സമയം അനുകൂലപ്രദമല്ല. അതേപോലെ ജാതക പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങൾക്കും എടുക്കാവുന്ന ദിവസം കൊള്ളാത്ത ദിവസമൊന്നുമല്ല. എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. 12:03 തൊട്ട് 12:51 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലയളവ്. അതുപോലെ ഇന്ന് വസ്ത്രദാനം നടത്തുമ്പോൾ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ ചുടുകല്ലിൻ്റെ കളറോ അല്ലെങ്കിൽ റോസ് കളറോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തിക്കൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് കുറച്ചുകൂടെ നമുക്ക് ശോഭിക്കാനും ശ്രദ്ധിക്കപ്പെടാനും ഇടവരുത്തും. അപ്പോൾ എല്ലാ പേർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.